ഇന്ത്യയുടെ കറുത്ത മുത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന IM വിജയൻ പങ്കുവയ്ക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം ഇങ്ങനെയാണ്. എൻ്റെ അമ്മ കുഞ്ഞമ്മുവിനറിയാമായിരുന്നു ഫുട്ബോൾ അല്ലാതെ മറ്റൊന്നും എനിക്ക് അറിയില്ലെന്ന്. അതുകൊണ്ട് സ്കൂളിൽ പഠിക്കാനോ പണിക്ക് പോകാനോ അമ്മ ഒരിക്കലും എന്നെ നിർബന്ധിച്ചിട്ടില്ല. കളിച്ചു നടക്കുന്നതിന് വഴക്കു പറഞ്ഞിട്ടുമില്ല. തൃശ്ശൂരിലെ കോലത്തുംപാടത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. സ്റ്റേഡിയത്തിന് താഴെയുള്ള കോളനിയിൽ. സ്റ്റേഡിയത്തിൽ എപ്പോഴും ഫുട്ബോൾ കളിയാണ്. ഞാൻ അവിടെ കളിച്ചു തളരുന്നവർക്ക് സോഡ വിൽക്കാൻ തുടങ്ങി. എൻ്റെ ചേട്ടന്മാരും കൂട്ടുകാരും എല്ലാം കളിക്കുന്നു. എനിക്കും കളിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. 1981 സ്കൂളിൽ പഠിക്കുമ്പോൾ പരിശീലനത്തിനയക്കാൻ കോച്ച് പറഞ്ഞു. മകൻ കളിച്ച് കാശുണ്ടാക്കണമെന്നൊന്നും ആഗ്രഹിക്കാതെ കടം വാങ്ങിയ കാശിന് അച്ഛൻ എന്നെ കോച്ചിങ്ങിന് കൊണ്ടുപോയാക്കി. അന്നെനിക്ക് 12 വയസ്സേയുള്ളൂ. കോച്ചിങ് കഴിഞ്ഞ് ഞാൻ എത്തിയപ്പോൾ അച്ഛൻ മരിച്ചു. പിന്നീട് അമ്മ കൂലിപ്പണി എടുത്താണ് വളർത്തിയത്. രാത്രി വരെ പണിയെടുത്താൽ 50 രൂപ കിട്ടും. ചേട്ടൻ വിജുവിനോട് അമ്മ പറയുമായിരുന്നു, വിജയൻ കളിച്ചു നടക്കുന്നത് കണ്ട് നീ ഉഴപ്പണ്ട, പോയിരുന്ന് പഠിക്കടാ എന്ന്. കളിച്ചു നടക്കുന്ന എന്നോട് എത്ര കഷ്ടപ്പെട്ടിട്ടും പണിക്ക് പോകാൻ അമ്മ പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയേനെ. എങ്കിൽ അച്ഛനെ പോലെ ഞാനും ഇപ്പോൾ ഒരു കൂലിപ്പണിക്കാരനാകുമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ചില ക്ലബ്ബുകൾക്ക് വേണ്ടി വാടകയ്ക്ക് കളിക്കാൻ പോകും. ഒരു കളിക്ക് 20 രൂപ കിട്ടും. അതിൽ നിന്നും ചില്ലിക്കാശു കളയാതെ അമ്മയ്ക്ക് കൊടുക്കും. അത് കിട്ടുമ്പോൾ അമ്മ ചിരിക്കും, കണ്ണു നിറയുന്ന ചിരി. ആ ചിരിക്കു വേണ്ടിയാണ് ഞാൻ അന്ന് കളിച്ചത് മുഴുവൻ. അഭിരുചിക്കനുസരിച്ച് കരിയർ മേഖല കണ്ടെത്തിയാലേ കാര്യക്ഷമതയോടെ മുന്നേറാൻ പറ്റൂ എന്ന സന്ദേശമാണ് IM വിജയന്റെ അനുഭവം നമുക്ക് പകർന്നു നൽകുന്ന ഗുണപാഠം. നമ്മിലെ ഓരോരുത്തരുടെയും മികവുകൾ കണ്ടെത്തി അതിനെ അതിൻ്റെ പൂർണ്ണതയിൽ ജ്വലിപ്പിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്വം. IM വിജയൻ പങ്കുവയ്ക്കുന്ന ഒരു വാക്യമുണ്ട്, കണ്ണു നിറയുന്ന ആ ചിരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് കളിച്ചത് മുഴുവൻ. ആ ഒരു ചിന്ത നമുക്കുമുണ്ടാകട്ടെ. ചുറ്റുമുള്ള ഉറ്റവരുടെ മിഴികൾ സന്തോഷം കൊണ്ടും അഭിമാനം കൊണ്ടും ആത്മസംതൃപ്തി കൊണ്ടും നിറയുന്ന നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ട്, പുഞ്ചിരിക്കുന്ന നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ട് ആകട്ടെ നമ്മുടെ പ്രയത്നം മുഴുവൻ. അതെ, നാം സന്തോഷിച്ചാൽ നമുക്ക് ചുറ്റുമുള്ളവരും സന്തോഷിക്കും. നാം നേടിയാൽ നമ്മുടെ ഉറ്റവർക്കും അതൊരു വലിയ നേട്ടമാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് തേടിയെത്തട്ടെ. നല്ലൊരു ദിനമാണ് കാത്തിരിക്കുന്നത്. ആസ്വദിക്കാം. നേരുന്നു ശുഭദിനം.